ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. ക്ലീനിങ്, ഓർഗനൈസിങ്, റീസെറ്റിംഗ് അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ കുറേ ദിവസമായി ഈ വാർഡ്രോബൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വെക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അടുക്കളയത്തെ ഒരു റേക്ക് കാണിച്ചിട്ടില്ലായിരുന്നു. ആ റേക്കും ഈ വാർഡ്രോബൊക്കെ ഒരു ദിവസം ഉണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അന്ന് അങ്ങോട്ട് വെച്ചതാണ് ഇതിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതൊന്ന് റെഡിയാക്കിയിട്ട് തന്നെ ഇതെല്ലാം കൂടി ഒരുമിച്ച് പുറത്തിട്ടാൽ ഒരു ദിവസം കൊണ്ട് ഇത് തീർക്കാൻ പറ്റുമോ എന്നുള്ളൊരു തോന്നലുണ്ട് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്ത് പോവാണ്. അപ്പോൾ ഇത് അനുവിൻ്റെ ഏരിയ ആണ് കേട്ടോ. ഇവിടെ അനുവിൻ്റെ ഷർട്ടുകൾ, പാൻറ്റുകൾ, പിന്നെ കുറച്ച് സ്പ്രേ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ അവിടെ അധികം വൃത്തിയാക്കാനില്ല. ഇങ്ങനെ ഹാങ് ചെയ്തിട്ടതുകൊണ്ട് തന്നെ അതധികം വലിച്ചിടലുണ്ടാവില്ലല്ലോ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് വൃത്തിയാക്കാനുള്ളത് ഐഷുവിൻ്റെ കുറച്ച് സാധനങ്ങളാണ്. ഓളുടെ ഈ ഹെയർ ആക്സസറീസ്, പിന്നെ വള, മാല അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ഓരോ ബോക്സിലായിട്ടാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. അതായത് സെപ്പറേറ്റ് ബോക്സിലാക്കിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്നിച്ച് വെക്കുമ്പോൾ അത്രയും സ്പേസ് അതിൻ്റെ ഉള്ളിൽ പോവുകയാണ്. എനിക്ക് തോന്നി എൻ്റെ കയ്യിലൊരു ഗ്രീൻ ബോക്സ് ഉണ്ട്. ഇതാണ് ആ ഒരു ബോക്സ്. ഇത് ഞാൻ കല്യാണം കഴിഞ്ഞ ആ ഒരു ടൈമിൽ വാങ്ങിച്ചതായിരുന്നു എൻ്റെ കുറച്ച് സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം അത് യൂസ് ചെയ്യണം എന്തിനാന്ന് വെച്ചാൽ ഐഷോൻ്റെ തന്നെ മുത്തുകൾ, ഓള സ്റ്റിക്കേഴ്സ് അങ്ങനെയുള്ള ചില്ലറ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നി അതൊക്കെ മറ്റേ ബോക്സിലാക്കിയിട്ട് ഓളുടെ സ്റ്റഡി ഏരിയയിൽ കൊണ്ടുവെക്കാം. പിന്നെ ഇതിൽ ഓളുടെ വളമാല അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാമെന്ന്. ഇതിലാണെങ്കിൽ ഇല്ലാത്ത ഐറ്റംസ് ഒന്നുമില്ല. ഇതൊക്കെ ഞാൻ ഓരോ ബോക്സിലായിട്ട് വെച്ച് കൊടുത്തതാണ്. പക്ഷേ ഓൾ ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും പിന്നെ ആകെപ്പാട് മിക്സ് ആക്കി വെക്കും. പിന്നെ ഈ ഒരു പരിപാടി പണ്ട് എനിക്കുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. കോയിൻസ്, മഞ്ചാടി, വളപ്പൊട്ട്, സോപ്പിൻ്റെ കവറ്, പിന്നെ ഇങ്ങനത്തെ കുറേ മുത്തുകൾ, പിന്നെ ക്യൂട്ടായിട്ട് എന്ത് കണ്ടാലും അതൊക്കെ ഞാൻ ഇങ്ങനെ എടുത്ത് വെക്കിയിരുന്നു. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ആർട്ട് വർക്കൊക്കെ ചെയ്യും. അപ്പോൾ അതിന് പറ്റിയതൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും എടുക്കും. അങ്ങനെയൊക്കെ ഓരോ പരിപാടി എനിക്കും ഉണ്ടായിരുന്നു പണ്ട്. അതുകൊണ്ട് പിന്നെ വല്ലാതെ നമുക്ക് ഇതിനൊന്നും പറയാൻ പറ്റില്ല. കാരണം ഈ പ്രായത്തെ എല്ലാ കുട്ടികളും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ഞാൻ അവിടെ സൈഡിലായിട്ടൊരു പേപ്പർ വിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ ചോദിച്ചാൽ ഇതിൽ കുറേ വേസ്റ്റ് ഉണ്ടാവും. എന്തായാലും ഇതിൽ ഒഴിവാക്കാൻ ഒരുപാട് സാധനങ്ങളുണ്ടാവും. അപ്പോൾ അതിന് ബെഡ്ഷീറ്റിലാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ പേപ്പർക്ക് മാറ്റി വെക്കാമല്ലോ, അതിനാണ് അവിടെ അങ്ങനെ വിരിച്ചത്. ഏകദേശം എൻ്റെ ഒരു ക്യാരക്ടർ തന്നെയാണ് ടൈഷോനും. ഞങ്ങൾ ഒരുവിധം സാധനങ്ങളൊന്നും പെട്ടെന്ന് കേടുവെറ്റി കളയൂല. എന്നാൽ ഒഴിവാക്കൂല, ഉപയോഗിക്കുന്നില്ല, പക്ഷെ അത് ഒഴിവാക്കൂല. അതൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കുറേ മുന്നേ ഉള്ള ഒരുപാട് ക്ലിപ്പുകൾ, അതേപോലെ ബണ്ണുകൾ, വള, മാല ഇതൊക്കെ അവളുടെ കയ്യിലുണ്ട്. പക്ഷെ ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ലെങ്കിലും കളയൂല. അപ്പോൾ എനിക്ക് കളയാനായിട്ട് തോന്നൂല, കാരണം നല്ല സാധനങ്ങളേക്കും. പിന്നെ എങ്ങനെ ഇത് കളയാം? അങ്ങനെ കുറേ കളയണം എന്ന് വിചാരിച്ച് പിന്നെ ലാസ്റ്റ് അതൊക്കെ എടുത്തിട്ട് തിരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഓളെ ഞാൻ ഈ 2 ബോക്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ട് കേട്ടോ. സെപ്പറേറ്റ് ആയിട്ടുള്ള ബോക്സിൽ ഓളെ ഈ ആർട്ടിൻ്റെ സാധനങ്ങളും, മറ്റേ ഈ ഒരു ഇങ്ങനെ ഡ്രോയർ പോലുള്ള ഈ ഒരു ബോക്സിൽ ഞാൻ ഓളെ ഹെയർ ആക്സസറീസും വളമാല അങ്ങനെയൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ട്. അവൾക്ക് കുറേ ക്രയോൺസ് ഉണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് വരക്കാനും പെയിൻറ്റ് കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതും ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഇതുണ്ടല്ലോ, ഇതൊരു ക്യാൻഡിലാണ് കേട്ടോ. ഇത് ഞങ്ങളെ കല്യാണത്തിൻ്റെ സമയത്ത് അനുവിൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്താണ്. ഇത് പിന്നെ അയിമിക്ക് അമ്മായിൻ്റെ വീട്ടിൽ പോയപ്പോൾ കൊടുത്താണ്. ഇതിങ്ങനെ ലൈറ്റൊക്കെ കത്തിയിട്ട് നല്ല രസമാണ്. അപ്പോൾ ഇത് രണ്ടും ഞാനിങ്ങനെ എടുത്ത് വെക്കും. എന്തെങ്കിലുമൊക്കെ ഈ എസ്തെറ്റിക് ആയിട്ട് എന്തെങ്കിലും വീഡിയോ ഒക്കെ എടുക്കാനുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവില്ലേ, അതിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചാണ്. അങ്ങനെ ഇതൊക്കെ ഒരുവിധം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഐഷോൻ്റെ ഈ ഐറ്റംസൊക്കെ ഒരു ബോക്സിലാക്കിയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇതിനകത്ത്. അല്ലെങ്കിൽ ഞാനിങ്ങനെ ഓരോ ബോക്സും നിരത്തി ഈ ബോക്സിൽ കുറേ ക്രയോൺസ് കൊണ്ട് വരച്ച് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ആകെ വൃത്തിയേടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് എത്ര തുടച്ചിട്ടും പോകുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് അതങ്ങനെ. ഈ വാർഡ്രോബിൻ്റെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 3 തട്ടാക്കിയിട്ട് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യമായിട്ട് നമുക്ക് പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങൾ വെക്കാൻ വേണ്ടി അവിടെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മാറ്റി ഇപ്പോൾ വേണ്ടത് മാത്രം വെച്ചിട്ടുണ്ട്. ആദ്യം ഇത് രണ്ടും ഞാനവിടെ വെച്ചാലോ എന്ന് കരുതിട്ടോ, പക്ഷെ പിന്നെ ചാടി പൊട്ടാവോ എന്ന് കരുതിയിട്ട് അത് അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊക്കെ എടുത്തിട്ട് ഐഷോൻ്റെ സ്റ്റഡി റൂമിൽ കൊണ്ടുപോയി സെറ്റാക്കണം. അപ്പോൾ അതും കഴിഞ്ഞ് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടിക്കൊടിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ബാക്കി പരിപാടികൾ ഫുഡ് അയച്ചിട്ടാക്കാന്ന് കരുതി. അനുവും വരാനായിട്ടുണ്ട്. അങ്ങനെ ഫുഡ് അയക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ അടുത്ത പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഒതുക്കി വെക്കാനുള്ളത് ഡ്രസ്സാണ്. അപ്പോൾ അതും ഞാൻ ആദ്യം ഐഷുവിൻ്റെയും ഐമീൻ്റെയും സെറ്റാക്കാന്ന് കരുതിട്ടോ. അപ്പോൾ ഞാൻ മടക്കി വെച്ചതൊക്കെ അതേപോലെ തന്നെ എടുത്ത് പുറത്ത് വെക്കാണ്. പിന്നെ ഒന്നും അധികം മടക്കേണ്ട പണിയില്ലല്ലോ, ഒതുക്കി വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഓരോ ടീഷർട്ട് വേറെ, ജീൻസ് വേറെ, ട്രൗസർ വേറെ, അങ്ങനെ ഞാൻ ഓരോന്ന് വേർതിരിച്ചാണ് വെക്കുക കേട്ടോ. പക്ഷെ നമ്മൾ പെട്ടെന്ന് അർജൻറ്റിൽ എടുക്കുമ്പോൾ ഇത് നന്നായിട്ട് കൊഴിഞ്ഞ് മറിയും. അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് ഒതുക്കി വെക്കാനുള്ളത്. കാര്യമായിട്ടുള്ളത് ബെഡ്ഷീറ്റാണ്. അപ്പോൾ അത് ഓൾറെഡി മടക്കി വെച്ചതാണ്. പക്ഷെ പെട്ടെന്ന് ചെയ്യുമ്പോൾ അതൊരു നീറ്റായിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്നും കൂടി ഒന്ന് വൃത്തിയിൽ മടക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ മീഷോന്ന് വാങ്ങിച്ചൊരു ബെഡ്ഷീറ്റ് ഉണ്ട്. അത് ഈ ഒരു ബെഡ്ഷീറ്റ് കേട്ടോ. ഇതിങ്ങനെ 4 ഭാഗത്തും ഇലാസ്റ്റിക് വരുന്ന ആ ഒരു ടൈപ്പാണ് കേട്ടോ. പക്ഷെ ഇത് കണ്ടോ, ഇത്
പെട്ടെന്ന് പിന്നണ ഒരു ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ. ഇത് കോട്ടൺ അല്ല, ഒരു പോളിസ്റ്റർ മിക്സ് വരുന്ന ആ ഒരു ടൈപ്പാണ്. അങ്ങനെ എലാസ്റ്റിക് വരുന്നത് യൂസ്ഫുൾ ആണെങ്കിലും ഇതേപോലെ ബെഡ് ഇടുമ്പോൾ എനിക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ. കാരണം നമ്മളത് അതിൻ്റെ ഉള്ളിലേക്ക് ആ എലാസ്റ്റിക്കിൻ്റെ ഭാഗം വെക്കുമ്പോഴത്തിന് ബെഡൊക്കെ മാറ്റി അങ്ങനെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര റിസ്ക് ആയിട്ടാണ് തോന്നി. പിന്നെ ഇത് മടക്കി വെച്ചാൽ ഒതുങ്ങി നിൽക്കുകയില്ല. അപ്പോൾ എനിക്ക് വലിയൊരു ഇഷ്ടമല്ല ആ ഒരു ടൈപ്പ് ഓഫ് ബെഡ്ഷീറ്റൊക്കെ മടക്കി വെച്ചിട്ടുണ്ട്. ഐഷുവിൻ്റെ ഡ്രസ്സും ഏറെക്കുറെ മടക്കി സെറ്റാക്കി വെച്ചേക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഐമിൻ്റെ ആണ്. പിന്നെ ഐമിൻ്റെയും കഴിഞ്ഞ് പിന്നെ എൻ്റെത് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതും മടക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ആദ്യം മടക്കി വെച്ചാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് എടുത്ത് വെക്കാമല്ലോ. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഡ്രസ്സൊക്കെ കുറച്ച് നൊസ്റ്റ് അടിക്കണതാണ് കേട്ടോ. കാരണം ഇതൊക്കെ ഐഷുവിൻ്റെ ആണ്. ഐഷുവിന് പാകമില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ എടുത്ത് വെക്കണതാണ് കേട്ടോ. ഐമിക്കിന് ഇപ്പോൾ നേഴ്സറിയിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാമല്ലോ എന്നൊക്കെ കരുതിയിട്ട്. അന്ന് ഐമിക്ക് തന്നെ ഡ്രസ്സ് ഉണ്ടാവും, പക്ഷെ എന്നാലും എനിക്കതൊന്നും കളയാൻ തോന്നിയില്ല. ഈ പട്ടുപാടിന് എന്തായാലും ഞാൻ കളയില്ല, കാരണം അതൊക്കെ ഇങ്ങനെ ഓണത്തിനൊക്കെ വേണ്ടി വരുമല്ലോ. ഇതിപ്പോൾ പണ്ട് കൊടുത്തയച്ചൊരു പർദ്ദയാണ്, പക്ഷെ ഇത് ഐഷുവിന് പാകില്ല, ചെറുതാണ്. പക്ഷെ ഐമിക്ക് നല്ല വലുതുമാണ്. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചാണ് ഐമിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇടാകരുത്. ഇത് ഞാൻ ഐഷുവിനെ അടിച്ചതാണ് കേട്ടോ. ഞാൻ ക്ലോത്ത് എടുത്തിട്ട് ഒരു പെരുന്നാൾക്ക് സ്റ്റിച്ച് ചെയ്താണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഡ്രസ്സ്. പക്ഷെ ഇത് പെട്ടെന്ന് തന്നെ നോക്ക് വലിപ്പം കുറഞ്ഞു. അപ്പോൾ ഞാൻ അതും എടുത്ത് വെച്ചിട്ടുണ്ട് ഐമിക്ക് ഇട്ട് കൊടുക്കാൻ നേരത്തിയിട്ട്. പിന്നെ അത് അവളെ കുറേ ഈ ജീൻസിൻ്റെ ചെറിയ ഷോർട്സ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളെ എളാപ്പാൻ്റെ കുട്ടീൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് അടിച്ചതാണ് കേട്ടോ. അവർ തന്നെ അടിച്ച് തന്നിട്ടുള്ളൊരു ഷർട്ടാണ്. അപ്പോൾ അതിനൊരു സ്കേർട്ടും ഉണ്ട്. സ്കേർട്ട് കേടൊന്നു പോയിട്ടുണ്ട്, നെറ്റിൻ്റെ അല്ലേ. കാണിച്ച ബ്ലാക്കും ഞാൻ സ്റ്റിച്ച് ചെയ്താണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ വൈറ്റ് ഫ്രോക്കും നേരത്തെ പറഞ്ഞ എളാപ്പാൻ്റെ വൈഫ് ഗിഫ്റ്റ് ചെയ്തതായിരുന്നു ഐമിക്ക്. പക്ഷേ അവൾക്ക് ഇത് ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ അതിൻ്റെ ഭംഗി കൊണ്ട് ഞാൻ ആ ഡ്രസ്സ് കളഞ്ഞിട്ടില്ല, എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഐഷുവിൻ്റെ ചെറിയ ഫ്രോക്കുകളാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ ഐമിക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു ഇതൊക്കെ പിന്നെ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ ഇടാമല്ലോ. നേഴ്സറിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഡാൻസ് ഒപ്പന അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ ഈ ഒരു ബാഗ്, ഇതിനുള്ളിൽ എന്തൊക്കെയുള്ളതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. പക്ഷേ എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്തതും എന്നാൽ ഇടാൻ പറ്റാത്തതായിട്ടുള്ള കുറച്ചധികം ഐറ്റംസ് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു ധാരണ. എന്തായാലും നമുക്ക് തുറന്ന് നോക്കാം. അതിൽ നിന്നിട്ട് ആവശ്യമില്ലാത്തൊക്കെ കളയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് എടുത്തിട്ടുള്ളത്. പക്ഷെ ഒന്നും ഞാൻ കളഞ്ഞിട്ടില്ല ഗൈസ്. അതൊക്കെ അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ മെയിനായിട്ടുള്ളത് സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്താട്ടോ. അതായത് ഇങ്ങനെ നല്ല നല്ല ക്ലോത്ത് കാണുമ്പോൾ ഞാൻ എടുത്തു വെക്കും. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അടിക്കാമെന്ന് വിചാരിച്ചിട്ട് എന്തായാലും ഞാനത് തുറന്ന് കാണിക്കാം ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത് എന്നിട്ടോ. ഈ ഒരു ഓർഗനൈസർ ഞാൻ മീഷോന്ന് വാങ്ങിയതാണെന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ കൂടെ 2 കൂടി ഉണ്ട്. സംഭവം നല്ലതായിരുന്നു, പക്ഷേ സിബ് പെട്ടെന്ന് പോരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള ഒരു കവർ പോലത്തെ ഒരു സംഭവം ഉണ്ട്, അതും പെട്ടെന്ന് കീറിപ്പോകും. അങ്ങനെ ഇതിലുള്ളത് ഒന്നാമത്തെ ഐറ്റം ഒരു കുഞ്ഞ് മഫ്തയാണ് കേട്ടോ. അത് ആ പർദ്ദൻ്റെ കൂടെ ഇപ്പോൾ കൊടുത്തയച്ചിരുന്നു. പിന്നെ എൻ്റെ ഒരു ഷോളാണ് ഇത്. ഇപ്പം ഞാൻ പുറത്തേക്ക് വെക്കുക, കാരണം ഞാൻ അന്ന് എന്തെങ്കിലും ഡ്രസ്സ് ബ്ലാക്കൊക്കെ വാങ്ങിക്കുമ്പോൾ ഇടാന്ന് വിചാരിച്ചെടുത്ത് വെക്കണം കേട്ടോ. പിന്നെ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ അത് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഒരു പാൻറ് ഉണ്ട്, അതിൻ്റെ അലാസ്റ്റിക് ലൂസായിട്ട് വെച്ചതാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതും ഞാൻ പുറത്തെടുത്ത് വെക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് പാൻറ്റിന് കുറച്ച് അത്യാവശ്യമുണ്ട്. പിന്നെ ഈ ഒരു സ്കേർട്ടും പിന്നെ അതിക്കുള്ളൊരു ടോപ്പ്, ഇതിൻ്റെ അളിയാക്ക എനിക്ക് ഗൾഫിൽ നിന്ന് കൊടുത്തയച്ചതായിരുന്നു കേട്ടോ. താത്താൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ ആ ഒരു ഇതിൽ. പക്ഷെ നല്ല മെറ്റീരിയലാണ് കേട്ടോ. ഇത് അടിപൊളിയാണ്. ഇപ്പോഴും അതിനൊരു പ്രശ്നമല്ല. അപ്പോൾ എനിക്ക് കളയാൻ തോന്നില്ല, കാരണം ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നില്ല. പക്ഷെ എനിക്ക് കളയാൻ തോന്നുന്നില്ല, അത്രയും നല്ല മെറ്റീരിയലാണ് അതിൻ്റെ. അതുകൊണ്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ ഷോളുകളാണ് ഉള്ളത്. ഇതൊക്കെ എന്തെങ്കിലും ഡ്രസ്സൊക്കെ ഇടാമെന്ന് വിചാരിച്ച് വെക്കുന്നതാണ്. പിന്നെ ഇതൊക്കെ കണ്ടില്ല, ഞാൻ ആ താഴത്തേക്ക് ഇടുന്നൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്താട്ടോ. എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് വെക്കുന്നതാണ്. ഇതിൻ്റെ എന്താ പറയുക, വെഡ്ഡിങ്ങിൻ്റെ ഷോളാണ് കേട്ടോ. മറ്റേ ലെഹങ്കയ്ക്കുള്ളത്. അതിൻ്റെ ലെഹങ്കയും ഇതൊക്കെ വേറെ അലമാരിയിലാണ് ഉള്ളത്. ഈ ഷോള് ഞാൻ വേറൊരു ഡ്രസ്സൊക്കെ ഒരു ചുരിദാറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് മാത്രം പുറത്തായതാട്ടോ. ഇപ്പോഴും അതിനൊരു പ്രശ്നമില്ല, നല്ല കളറല്ലേ. ഇനിയിപ്പോൾ അതിക്കൊരു ഡ്രസ്സും കൂടി ഉണ്ടാക്കണം. ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ തോന്നും. പിന്നെ ഇതിൻ്റെ നിക്കാഹിൻ്റെ ഡ്രസ്സാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്കത് ഭയങ്കര നൊസ്റ്റാൾജിയയാണ്, അതുകൊണ്ട് എടുത്ത് വെക്കുകയാണ്. പിന്നെ ഇതിനൊന്നും ഒരു കേടുമില്ല, എന്നാൽ ഇടാനും പറ്റില്ല. ഇത് ഞാൻ നിവർത്തി കാണിക്കാമെന്ന് വിചാരിച്ചു, പിന്നെ കരുതി വേണ്ട, അത് പിന്നെ വേറൊരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാമെന്ന്. പിന്നെ ഈ ഒരു ഇതിൻ്റെ ഷോളും പാൻറ്റും എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ തന്നെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ 1ാം സൽക്കാരത്തിൻ്റെ ഡ്രസ്സാണ്. അപ്പോൾ അതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡ്രസ്സായിരുന്നു കേട്ടോ. എനിക്ക് അന്ന് എടുത്തതിൽ കൂട്ടത്തിൽ ഇതും പിന്നെ വേറൊരു ചുരിദാറും, അത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇത് ഞാൻ എത്രയോ പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ചെറുതായിട്ട് ഓരോ ഇതൊക്കെ വന്നിട്ടുണ്ട്, എന്നാലും ഇടാം. അപ്പോൾ വെഡ്ഡിങ്ങിൻ്റെ, നിക്കാഹിൻ്റെ, 1ാം സൽക്കാരത്തിൻ്റെ അങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും എനിക്കത് ഇടാൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് തോന്നാണ്. അപ്പോൾ ഞാൻ എന്തായാലും അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഐഷുവിൻ്റെ പഴയ ഡ്രസ്സൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു ഐമിക്ക് വേണ്ടിയിട്ട്. അതെല്ലാം കൂടി ഒരു കവറിലാക്കിയിട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ ഓരോന്നായിട്ട് തിരിച്ച് വെക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് ലോഡാവും. അപ്പം ഓരോ ഭാഗം ക്ലിയർ ചെയ്ത് പോയാൽ അത്രയും നല്ലല്ലേ.
പിന്നെ അത് ഞാൻ എൻ്റെ ബാഗും കൂടി ഒന്ന് സെറ്റാക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ വെക്കുക, കാരണം പെട്ടെന്ന് എവിടേക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ബാഗ് എടുത്തിട്ട് പോയാൽ മതിയല്ലോ. അപ്പോൾ അതിൽ മെയിനായിട്ടുള്ള ഡയപ്പറാണ്, അതാദ്യം 1-2 വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വൈപ്സിൻ്റെ പാക്കും വെച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം വേണ്ടിയിട്ടുള്ള വേദനൻ്റെ ഒരു ഓയിൻമെൻറ്റ്, പിന്നെ പല്ല് വേദനൻ്റെ ഓയിൻമെൻറ്റ്, ചെറിയൊരു പേസ്റ്റ്, പിന്നെ വയറുവേദനൻ്റെ അതായത് പെയിൻ കില്ലർ അതും വെച്ചിട്ടുണ്ട്. ഒരു മോയ്സ്ചറൈസറും പിന്നെ ചെറിയൊരു അത്തറിൻ്റെ കുപ്പിയും പിന്നെ ഒരു ലിപ്സ്റ്റിക്കും. അതാണ് ഞാൻ മെയിനായിട്ട് വെക്കാറുള്ളത്. 2 കവറും വെക്കും കേട്ടോ, അത് ഞാൻ പറയാൻ മറന്നാണ്. ഒന്നാമത് എനിക്ക് ഛർദിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടും പിന്നെ ഡയപ്പർ എങ്ങാനും മാറ്റേണ്ടി വന്നാൽ അതെടുത്ത് വെക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കവർ ഞാൻ അതിൽ കരുതാറുണ്ട്. അങ്ങനെ ബാഗൊക്കെ സെറ്റാക്കി വെച്ച് പിന്നെ അത് മടക്കി വെച്ചിട്ടുള്ള എല്ലാ ക്ലോത്തും എടുത്തിട്ട് ഉള്ളിൽ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ. ഐശുൻ്റെ ഐമിൻ്റെ ഒക്കെ എടുത്ത് സെറ്റാക്കി വെക്കുകയാണ്. എല്ലായിടത്ത് പുറത്തിടുമ്പോൾ വിചാരിച്ചിരുന്നു തിരിച്ച് വെക്കുമ്പോൾ കുറേ സ്പേസ് ഉണ്ടാവണം എന്നൊക്കെ ഉള്ളത് കേട്ടോ. പക്ഷേ വെച്ച് വന്നപ്പോൾ വീണ്ടും പഴയ സ്ഥിതി തന്നെ ആയിട്ടുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളിതൊന്നും ഒഴിവാക്കണില്ലല്ലോ, എല്ലാം തിരിച്ചങ്ങോട്ട് തന്നെ വെക്കല്ലേ. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ഐമീനെ ഉറക്കിയിട്ടായിരുന്നു കേട്ടോ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ അത് ആൾ എണീറ്റ് വന്നിക്കണ്. ഇനിയിപ്പോൾ ഒന്നും പറയണ്ട, എനിക്കെല്ലാം രണ്ടാമത് ചെയ്യേണ്ടി വരും. അപ്പോൾ തന്നെ കണ്ടില്ലേ, ഞാൻ മടക്കി വെച്ചതൊക്കെ ഓളായിട്ട് പരത്തുന്നുണ്ട്. ഐശുവിൻ്റെയും ഐമീൻ്റെയും ഏകദേശം സെറ്റ് ആയിക്കണം കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ ഡ്രസ്സുകളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. പിന്നെ അധികം പണികളൊന്നും ഇല്ല, ഏറെക്കുറെ സെറ്റാണ്. പിന്നെ ഒന്നും കൂടിയൊക്കെ ഒന്ന് റെഡിക്ക് മടക്കിയേക്കാന്ന് കരുതി. പിന്നെ എനിക്കങ്ങനെ അധികം പാർട്ടി വെയർ ഒന്നും ഇല്ല കേട്ടോ, 1-2 തന്നെ ഉള്ളൂ. അതാണെങ്കിൽ ഞാനിങ്ങനെ മടക്കിയിട്ട് കവറിലിട്ട് വെക്കുക ചെയ്യുക. കവർ പറഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ കവറാക്കിയിട്ടാണ് വെക്കുക കേട്ടോ. ഇതിൽ കാണുന്ന ഈ ഒരു ഗ്രീൻ ചുരിദാറും പിന്നെ ഒരു ബ്ലാക്കും ഉണ്ട്. അത് രണ്ടും ഞാൻ ഒന്നും കൂടി ഒന്ന് എനിക്കതിമ മിനുക്ക് പണികൾ ചെയ്യാനുണ്ട്, എന്നിട്ട് വേണം നല്ലൊരു ഡ്രസ്സാക്കി മാറ്റാൻ. ഇതൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കേട് വരുന്നുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്നും കൂടി സെറ്റാക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്ത് വെക്കണതാണ് കേട്ടോ. പിന്നെ നമുക്ക് നോക്കൂല, അതാണ് ഉള്ള കാര്യം. എന്തായാലും ഇനി അതൊക്കെ ഒന്നും കൂടി ഒന്ന് റെഡി ആക്കണം. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യാം. ഞാനിത് വേറൊരു രൂപത്തേക്ക് ആക്കി മാറ്റാമെന്നാണ് കരുതണത് കേട്ടോ ഈ 2 ഡ്രസ്സ്. പിന്നുള്ള ഇതുപോലത്തെ ചുരിദാറൊക്കെ ഞാൻ പെട്ടെന്ന് യൂസ് ആക്കണമായതുകൊണ്ട് അങ്ങനെ തന്നെ വെക്കാണ് കേട്ടോ. പിന്നെ ഈ 2 ഡ്രസ്സ് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും. പിന്നെ ഈ ഒരു യെല്ലോ ഡ്രസ്സ് എനിക്ക് പ്രഗ്നൻസിൻ്റെ ആ ഒരു ടൈമിൽ എടുത്തിരുന്നു കേട്ടോ. പക്ഷേ ആദ്യമേ നമ്മളെ ബാറ്ററീൻ്റെ ആസിഡായിട്ട് ഷോളിൻ്റെ ഒരു ഭാഗവും കീറിയിട്ടുണ്ട്. പിന്നെ ഡ്രസ്സിലും അവിടെ ഇവിടെ ആയിട്ട് ഓരോ ഹോൾസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിടാൻ പറ്റാത്തൊരു കോലത്തിലായിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു യെല്ലോ ക്ലോത്തൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അതൊക്കെ സെറ്റാക്കണം. അങ്ങനെ അതാ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഞാൻ എല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സെറ്റാക്കിയതൊക്കെ കാണിക്കണോ എന്നുള്ള ഒരു ഡൗട്ടിലായിരുന്നു കേട്ടോ, കാരണം ഞാൻ അത് മോശമായി പോകുമോ എന്നുള്ളത്. പിന്നെ എനിക്ക് തോന്നി കാണിക്കുക, കാരണം നമ്മൾ ഇത്രയും നേരത്തെ ഒരു എഫേർട്ടിൻ്റെ റിസൾട്ട് നിങ്ങൾ കാണിക്കണമല്ലോ. കൂടിയും കാണുമ്പോഴല്ലേ നമ്മളെ വീഡിയോ ഒരു ഫുള്ളാവുള്ളൂ. അപ്പോൾ അതാ എല്ലാം ഇങ്ങനെ സെറ്റായി കാണുമ്പോൾ മനസ്സൊക്കെ ഭയങ്കര ഒരു സംതൃപ്തിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.